വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 5.9 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. കാണിയാട് ജംഗ്ഷനിന് അടുത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടുള്ളതാണ് ഈ വീടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 4 സെൻറ്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സഹിതമാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകുന്നത് മനോഹരമായ ഒരു കളർ കോമ്പിനേഷനാണ്. കൂടാതെ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 മീറ്ററോളമുള്ള ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ഈ ഒരു റോഡിലേക്ക് എത്തുമ്പോൾ വീടിന്റെ ഫ്രണ്ടേജ് ആയിട്ടുള്ള റോഡിന് 3.5 മീറ്റർ ആണ് വരുന്നത്. ഇനി റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. കൂടാതെ വീടിന്റെ ഇരുവശങ്ങളിലും റോഡാണ് ഉള്ളത്. അതുകൊണ്ട് അത്യാവശ്യം പ്രൈവസി കിട്ടുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ നൽകി 2-വേ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിലെ സ്ക്വയർ ട്യൂബ് ആൻഡ് CNC കട്ടിംഗ് വർക്കിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ 2 ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ഗേറ്റ് വരുന്നത്. 5 മീറ്റർ ആണ് ഈ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ഗേറ്റ് വരുന്നത്. 4 മീറ്റർ ആണ് ഈ ഒരു ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഈ ഗേറ്റ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഫസ്റ്റ് കാർ പാർക്കിംഗ് സ്പേസിലാണ് ഉള്ളത്. 16 അടിയോളമാണ് ഈ ഒരു സ്പേസിന്റെ ലെങ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 7 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നാൽ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ കടപ്പാക്കല്ലുകളാണ് പാകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 2 സിലിണ്ടറുകൾ വെക്കാനുള്ള ഗ്രില്ലും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു എൻഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിന്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സെർവൻ ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഇതാണ് സെർവൻ ബാത്റൂം. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. സെറയുടെ വാട്ടർ ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഡൈവേർട്ടറും സെറയുടെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 6 അടിയിലേറെ നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷൂ റാക്ക് ചെയ്ത് സീറ്റിംഗ് യൂണിറ്റ് അറേഞ്ച് ചെയ്താൽ ഇവിടെയും നമുക്ക് സീറ്റിംഗ് സ്പേസ് കിട്ടുന്നതാണ്. ഈ ഒരു ഭാഗത്തായി നൽകിയിരിക്കുന്ന പില്ലറിന് ഗ്രാനൈറ്റും ലാറ്ററൽ ഡിസൈനിലുള്ള ടൈലും നൽകിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. തേക്കിൻ തടിയിൽ 2 പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. കൂടാതെ ഭംഗിയുള്ള ഹാൻഡിലും കൂടാതെ മെയിൻ ഡോറിൽ സിൽവർ കളറിലുള്ള സ്ട്രിപ്പും ഗ്ലാസും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിനോടൊപ്പം തന്നെ ഭംഗിയുള്ള വിൻഡോയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ എത്തുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഇവിടെ വെസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു പൂജാ റൂമോ അല്ലെങ്കിൽ രൂപക്കൂട് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വുഡൻ ടെക്സിലുള്ള ഒരു പാനലിംഗ് വർക്ക് കാണാം. പാനലിംഗ് സ്പോട്ട് ലൈറ്റ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിന് 10 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു L ഷേപ്പിലുള്ള സോഫ സെറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ് വുഡൻ ടെക്സ്ചറിലാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ഒരു ഡക്ക സ്പേസ് നൽകിയിട്ടുണ്ട്.
ഡെക്കർ സ്പേസിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടും വുഡൻ ടെക്സ്ചറിലുള്ള ഒരു പാനലിംഗ് വർക്ക് കാണാം. അത്യാവശ്യം സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. പാർട്ടീഷനിൽ അത്യാവശ്യം ഡെക്കർ സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഡെക്കർ സ്പേസിന് സ്പോട്ട് ലൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 15 അടിയോളം നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 6 സീറ്റർ അല്ലെങ്കിൽ 8 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈസ്റ്റിലേക്കൊരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് എല്ലാം തന്നെ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് റൗണ്ട് ഷേപ്പിലുള്ള മിററും സ്പോട്ട് ലൈറ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് വേക്കൻ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റഡി ടേബിൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വെസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. കൂടാതെ സ്പോട്ട് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും LEDസിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന പാനലിംഗ് വർക്കിൽ സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 13.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്കും ഒരു 3 ഡോർ വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ടാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ കബോർഡിന്റെ താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഒരു പോയിന്റ് വരുന്നത്. അത്യാവശ്യം പവർ പോയിന്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ള ഒരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് സീലിംഗ് വർക്കും വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ബെഡ്റൂമിൽ 11.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത്. കൂടാതെ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിൽ ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു വോൾ ലൈറ്റ് വെസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. അപ്പർ ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 10 അടി വീതിയുമുള്ള ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെയായിട്ട് ഒരു സ്റ്റഡി ടേബിളും നൽകിയിട്ടുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ഭാഗത്ത് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടും നമുക്കൊരു ഓഫീസ് ടേബിൾ ലഭിക്കുന്നുണ്ട്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ബെഡ്റൂമിന് 13.5 അടി നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 2 ഡോറിൻ്റെ ഒരു വാർഡ്രോബും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇത് കൂടാതെ ഈ ഒരു കോർണറിലായി മുകൾ ഭാഗത്തും ഒരു സ്റ്റോറേജ് യൂണിറ്റ് വരുന്നു. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടറും സെറയുടെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 15 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3 ഡോറിന്റെ ഒരു വാൾഡ്രോബ് വന്നിരിക്കുന്നത്. വാൾഡ്രോബിൽ മിറർ ഉൾപ്പെടുത്താനും ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഈ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ബാൽക്കണി വരുന്നത്. 7 അടിയോളം നീളവും 3 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 16 അടിയോളം നീളവും 8 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഷീറ്റിട്ട് കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന്റെ ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5.9 കിലോമീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 15 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, കലൂരേക്ക് 19 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 27 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സഹിതമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.